വെൽക്കം ഡോക്ടർ പോൾ ബി മാത്യു വിത്ത് ദ ഹാബിറ്റ് ബിൽഡർ. മാസ്റ്റർ കീ സിസ്റ്റം, അതേക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന, റവല്യൂഷൻ കൊണ്ടുവരുന്ന, സെൽഫ് അറ്റൈൻമെൻറ്റ് സാധ്യമാകുന്ന ഒന്നാണ് ഈ മാസ്റ്റർ കീ സിസ്റ്റം. അത് നാം മനസ്സിലാക്കേണ്ടത് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഈ രണ്ടിൻ്റെയും പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നുള്ളതാണ്. സീക്രട്ട് എന്ന പുസ്തകവും ഒപ്പം തന്നെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകവും എല്ലാം ഒരു വിധത്തിൽ പറഞ്ഞു വെക്കുന്നത് ഈ കാര്യങ്ങളാണെങ്കിൽ കൂടെയും ഇതിൻ്റെ ഒറിജിനാണ്, ഇതിൻ്റെ റൂട്ടാണ് ദ മാസ്റ്റർ കീ സിസ്റ്റം എന്നുള്ളത്. രണ്ട് തരത്തിലുള്ള മൈൻഡാണ് നമുക്കുള്ളത്, കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. നാം ഒരു കാര്യം കേൾക്കുമ്പോൾ, കാണുമ്പോൾ അല്ലെങ്കിൽ സ്പർശിക്കുമ്പോൾ നാം കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ് അതിനെ കാണുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത് കോൺഷ്യസ് മൈൻഡ് അനലൈസ് ചെയ്യുകയും അതിനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വിടുകയും സബ് കോൺഷ്യസ് മൈൻഡ് അതുപോലെ അത് വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും തീർച്ചയായും നാം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ എസൻസ് അല്ലെങ്കിൽ റോണ്ടാബനൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ആ സീക്രട്ടിനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. മൈൻഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്, എന്നാൽ തോട്ട്സ് ഡൈനാമിക് ആണ്. തോട്ട്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ മനസ്സ് അതെപ്പോഴും സ്റ്റാറ്റിക് ആണ്. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകൾ എന്താണോ അതാണ് നമ്മുടെ മൈൻഡ് പ്രാവർത്തികമാക്കുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് അല്ലെങ്കിൽ കാര്യകാരണ നിയമം എന്നുള്ള ഒരു നിയമത്തെക്കുറിച്ച് ചാൾസ് ഹെന്നൽ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാര്യകാരണം, കോസ് ആൻഡ് എഫക്റ്റ്. എഫക്റ്റ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന കണ്ടീഷൻസിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പൂർണ്ണമായ കാരണം ഒരു കോസാണ്. ആ കോസിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത്. കോസ് ആൻഡ് എഫക്റ്റ്. നാം എന്താണോ ചിന്തിക്കുന്നത് അതാണ് കോസ്. എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നാം ആയിരിക്കുന്ന കണ്ടീഷൻ. കോസ് ആൻഡ് എഫക്റ്റ്. നാം എന്ത് ചിന്തിക്കുന്നോ അതാണ് റിസൾട്ടായി മാറുന്നത്. തോട്ട്സ് നാം ചിന്തിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ടീഷനായി മാറുന്നു. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നാം എന്താണോ ചിന്തിക്കുന്നത് അതിനെയാണ് നാം അട്രാക്ട് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൽ രണ്ടാമത്തെ ഒരു തത്വചിന്ത എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ്. കാര്യകാരണ നിയമം കൂടാതെ ആകർഷണ നിയമവും അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വി ആർ പാർട്ട് ഓഫ് എ യൂണിവേഴ്സൽ മൈൻഡ്. അത് ഒരുപക്ഷെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ അടുത്ത വിശദീകരണത്തിൽ പറയുവാൻ സാധിക്കും. യൂണിവേഴ്സൽ മൈൻഡിൻ്റെ ഒരു പാർട്ടാണ് നാം എന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സൽ മൈൻഡ് എപ്പോഴും ഒരു കോൺസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയതായൊരു കാര്യം ചെയ്യാൻ, പോസിറ്റീവായൊരു കാര്യം ചെയ്യാൻ. യൂണിവേഴ്സൽ മൈൻഡിന് ഒരു പർപ്പസ് ഉണ്ട്, ഒരു കോമൺ ആയിട്ടുള്ള ഗോൾ ഉണ്ട്. അതിനുവേണ്ടി അത് സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടപ്പിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാർട്ടാകുന്നവർക്കാണ് തീർച്ചയായും വിജയിക്കുവാൻ സാധിക്കുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് വിൽ നോട്ട് ആർഗ്യൂ, ഇറ്റ് ഓൺലി ഒബേ ബേസ്ഡ് ഓൺ അവർ ഇൻപുട്സ്. അത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സബ് കോൺഷ്യസ് മൈൻഡ് നാം പറയുന്നത് എന്താണെന്ന് ലോജിക്കലി ചിന്തിക്കുകയോ അനലൈസ് ചെയ്യുകയോ ഇൻഡെപ്തായി പോവുകയോ ഒന്നും ചെയ്യുകയില്ല. വാട്ട് വി ആർ സേയിങ്, വാട്ട് വി ആർ തിങ്കിങ്, അത് ഡയറക്ട്ലി എക്സിക്യൂട്ട് ചെയ്യാൻ, അതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു ഇറാഷണൽ ആയിട്ടുള്ള മൈൻഡാണ് സബ് കോൺഷ്യസ് മൈൻഡ്. എന്നാൽ കോൺഷ്യസ് മൈൻഡ് വളരെ റാഷണൽ ആയിട്ടുള്ളതാണ്. കാര്യങ്ങൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അനലൈസ് ചെയ്ത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തെല്ലാമാണ് കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ പോകുന്നില്ല. നാം എന്താണോ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടത്തിവിടുന്നത് എന്നുള്ളതാണ് ജീവിതത്തിലെ മാറ്റത്തിനും വിജയത്തിനും എല്ലാം കാരണമെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ റാഷണലായ കോൺഷ്യസ് മൈൻഡ് ബോധതലത്തെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ അത്ഭുതകരമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. തോട്ട്സ് ബിക്കം തിങ്സ്. നാം എന്ത് ചിന്തിക്കുന്നോ അത് കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായി മാറുന്നു. അതുകൊണ്ട് ഡോണ്ട് കംപ്ലെയിൻ, ഡോണ്ട് ലിവ് ഇൻ ദ പാസ്റ്റ്, ഡോണ്ട് തിങ്ക് അബൌട്ട് നെഗറ്റീവ്, ഡോണ്ട് യൂസ് നെഗറ്റീവ് ഇമോഷൻസ് എന്നെല്ലാം ഈ ചാൾസ് ഹെന്നലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നാം ഒന്ന് ആലോചിച്ച് നോക്കുക, നാം എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? നാം എന്തിനെക്കുറിച്ചെല്ലാമാണ് ആലോചിക്കുന്നത്? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു. ഒപ്പം തന്നെ മറ്റുള്ളവരെ കുറിച്ച് കംപ്ലയിൻസ് പറയുന്നു. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ദേഷ്യം, അഹങ്കാരം, അസൂയ, ഇങ്ങനെയുള്ള നെഗറ്റീവായ ഇമോഷൻസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബാധിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതം മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പുസ്തകം പറയുന്നത്. വാട്ട് യു വെൽക്കം ദാറ്റ് വിൽ വിസിറ്റ് യു അഗെയിൻ. നിങ്ങൾ എന്തിനെയാണോ വെൽക്കം ചെയ്തത്, എൻ്റർടൈൻ ചെയ്തത്, അത് നിങ്ങളെ ഫ്രീക്വൻ്റായി മോസ്റ്റ് ഓഫ്റ്റനായി വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നാം നെഗറ്റീവായ ചിന്ത വന്നപ്പോൾ അതിനെ സ്വീകരിച്ചു എങ്കിൽ, അതിനെ സ്വാഗതം ചെയ്തുവെങ്കിൽ അത് പിന്നീടും വരും. നാം ദുഃഖത്തെ സ്വാഗതം ചെയ്തുവെങ്കിൽ
ദുഃഖം പിന്നീടും വരും. നാം വിഷാദത്തെ, ദേഷ്യത്തെ എന്തിനെയാണോ സ്വാഗതം ചെയ്യുന്നത് അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നാം ആരെങ്കിലും നെഗറ്റീവായിട്ട് ഇമോഷൻസിനെ ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. പോസിറ്റീവായിട്ടുള്ള ഇമോഷൻ, സന്തോഷം, സ്നേഹം, സമാധാനം, ദയ, അതിനെ എന്റർടൈൻ ചെയ്യുകയും വെൽക്കം ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷൻ പോസിറ്റീവായി മാറും. ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവൻ, ഇല്ലായ്മയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവൻ, എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യുകയും കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്ക് എപ്പോഴും നെഗറ്റീവായ കോൺസിക്വൻസസ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നാം കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും, ബോധതലത്തെയും ഉപബോധതലത്തെയും മനസ്സിലാക്കേണ്ടത് ഒരു കൃഷിക്കാരനും ഒരു കൃഷിഭൂമിയും തമ്മിലുള്ള കമ്പാരിസനാണ്. ഒരു ഫാമറും ഫാം ലാൻഡും. ഒരു ഫാമർ ഒരു വിത്ത് ഒരു കൃഷിയിടത്തേക്ക് വിതയ്ക്കുകയാണ്. അത് കോൺഷ്യസ് മൈൻഡാണ്. ബോധതലത്തിൽ നാം വിത്ത് വിതയ്ക്കുന്നു. പക്ഷേ ഫാം ലാൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ വിതച്ചത് അത് തന്നെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. നെല്ലാണെങ്കിൽ നെല്ലുണ്ടാകുന്നു, ഗോതമ്പാണെങ്കിൽ ഗോതമ്പുണ്ടാകുന്നു, ചോളമാണെങ്കിൽ ചോളമുണ്ടാകുന്നു. അല്ലാതെ വിതയ്ക്കാത്ത വിത്ത് ഒരിക്കലും വ്യത്യസ്തമായ ഫലമൊന്നും കൊയ്യുകയില്ല. നെല്ലാ വിതയ്ക്കുന്നതെങ്കിൽ നെല്ല് മാത്രമേ കൊയ്യാൻ സാധിക്കുകയുള്ളൂ. ആ തിരിച്ചറിവാണ് ഈ പുസ്തകത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ദ മാസ്റ്റർ കീ സിസ്റ്റം. നാം എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ നാം കൊയ്യും. നന്മ വിതച്ചാൽ നന്മ കൊയ്യും, നന്മ ചിന്തിച്ചാൽ നന്മ ഉണ്ടാകും, തിന്മ ചിന്തിച്ചാൽ തിന്മയുണ്ടാകും. ഈ മാസ്റ്റർ കീ സിസ്റ്റം എന്നുള്ള പുസ്തകത്തിന്റെ ഒരു ആദ്യ ഭാഗത്തിൽ ഞാൻ 2 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞു. കോസ് ആൻഡ് എഫക്ട്, ലോ ഓഫ് അട്രാക്ഷൻ. നമ്മുടെ എല്ലാ കണ്ടീഷനും ഇപ്പോൾ നാം ആയിരിക്കുന്നതിൻ്റെ 100% ഉത്തരവാദിത്വം നാം തന്നെയാണ്. നിഷ്കാമ കർമ്മ എന്നെല്ലാം പറയും. നാം ആഗ്രഹിക്കാത്തതൊന്നും ഉണ്ടാകിയില്ല. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ പരാജയങ്ങൾക്കും, എല്ലാ വീഴ്ചകൾക്കും, എല്ലാ വിജയങ്ങൾക്കും, എല്ലാ ഉന്നമനത്തിനും എല്ലാം കാരണം നാം തന്നെയാണ്. അതിൻ്റെ കോസ്, ഇപ്പോഴത്തെ കണ്ടീഷൻ്റെ എഫക്റ്റിൻ്റെ ഒരു കോസ് നമ്മുടെ ചിന്തകളാണ്. അത് നാം ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക. രണ്ടാമത്തായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ. നാം എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് ആഗ്രഹിക്കേണ്ടതെന്ന് ഈ അധ്യായത്തിൽ നാം ശ്രദ്ധിക്കുക. അങ്ങനെ ആകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.